ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പച്ച മാന്തൾ മേടിച്ചിട്ട് അത് ഉണക്കലാക്കുന്നതാണ്. അപ്പോൾ അത് നല്ലവണ്ണം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ ഇനി അതിലേക്ക് ആ ബോക്സിലേക്ക് അടിയിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുറേശ്ശെ നമ്മളുടെ പച്ചമാന്തൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതേമാതിരി അതിൻ്റെ മേലെ മാന്തൾ ഇട്ട് കൊടുക്കുക, പിന്നെയും കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നല്ലവണ്ണം കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. ഇക്കാക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണക്കലുണ്ടാക്കാനാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. ഉണക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കായൊക്കെ തേച്ചിട്ടുള്ള ഉണക്കലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൾഫിലൊക്കെ ഇക്കാക്കാരോ അതുപോലെ മക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ഉപകാരമായിരിക്കും. നമ്മുടെ മാന്തൾ ഉപ്പ് ഇട്ട് വെച്ചത് ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ ഒരു 10 മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിൽ ഉപ്പൊക്കെ അലിഞ്ഞ് ഇതുപോലെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുക, സിങ്കിലേക്ക് ഒഴിച്ച് കളയുക. ഒരു തുള്ളി വെള്ളം അതിൽ വേണ്ട. ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് അതിൽ മാന്തളിൽ നല്ലവണ്ണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഉപ്പ് വെള്ളം നമ്മൾ ഫുള്ള് കളഞ്ഞ് കഴിഞ്ഞിട്ട് അത് നമുക്ക് ആ ബോക്സിൻ്റെ മൂടിയിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. ഇതുപോലെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ് മറ്റേ പാത്രത്തിലുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല ഉണക്കമീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വേണ്ടവർക്ക് ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് വെയിലത്തുണക്കാം. ഇത് വെയിലത്തുണക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് കഴിയോളം ഒരു കേടുമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഗൾഫിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യത്തിനായത് കാരണം കൊണ്ട് ഞാനിത് ഫുള്ളും നേരാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരാക്കി എടുത്തിട്ടുണ്ട് ഫുള്ളും. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. ഇതൊരിക്കലും ഫ്ലോപ്പ് ആകില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്ത് ഇക്കാക്ക് കൊടുത്തയക്കാറുണ്ട്. അത് കാരണം കൊണ്ട് ഇതിൽ ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആകുന്നില്ല. എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്ന ഒരു ഐഡിയയാണ്. അവർക്കാണെങ്കിലും ഇത് സുഖമാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലവണ്ണം കായം പറ്റിയതിന് ശേഷം പുറത്ത് ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നല്ല മഴ ആയത് കാരണം കൊണ്ട് നമ്മൾ ടേബിളുമ്മലാണ് ഉണക്കിയിരിക്കുന്നത്. ടേബിളുമ്മ ഒരു പുതപ്പ് വിരിച്ചിട്ട് ആ പുതപ്പിലാണ് നമ്മുടെ ഉണക്കമീൻ കായം കൂട്ടിയത് ഉണക്കിയിട്ടിരിക്കുന്നത്. ഇനി അത് ഫാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം ഉണങ്ങട്ടെ വിചാരിച്ചിട്ട് വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇത് നമുക്ക് ഫാനിൻ്റെ ചുവട്ടിലായ കാരണം കുറച്ചൊക്കെ ടൈം പിടിക്കും ഇത് ഒന്ന് ഉണങ്ങി സെറ്റായി കിട്ടാൻ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ പാക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡപ്പയിലാക്കി കൊടുത്തേക്കാം, അല്ലെങ്കിൽ കവറിലാക്കിയിട്ടൊക്കെ നമുക്കിത് ഗൾഫിലേക്ക് കൊടുത്തേക്കാം. അവർക്ക് എന്നിട്ട് ഇത് ഒന്നും ചെയ്യണ്ട. ഇതിലൊരു തുള്ളി വെള്ളം തെളിച്ചിട്ട് വെറുതെ ഒന്ന് ഇതാക്കിയിട്ട് എണ്ണയിലിട്ടാൽ ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. അവർക്കിത് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കഴുകണം പിടിക്കേണ്ട ഒന്നും കാര്യമില്ല. അവർക്കിത് എടുത്ത് പൊരിച്ച് അവർക്ക് കഞ്ഞിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വളരെ ഈസി മെത്തേഡാണ്. നമുക്ക് വീട്ടാവശ്യത്തിന് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഇത് എടുക്കാനും തൊലിക്കാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഓൾ.